ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം ആതിര. ഞാനൊരു LLB സ്റ്റുഡൻ്റ് ആണ്. കൊല്ലത്താണ് പഠിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ബ്രദറിന് ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വൈറ്റിലയിലോട്ട് പോവുകയാണ്. കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു കുട്ടൻ്റെ ഏതൊരു ബർത്ത്ഡേക്ക് ഒരു നല്ല സർപ്രൈസ് കൊടുക്കണമെന്ന്. എല്ലാ പ്രാവശ്യവും പ്ലാൻ ചെയ്യും, പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചേച്ചിയാണ് ഇതിൻ്റെ എല്ലാം ക്യാഷ് ഒക്കെ ചേച്ചിയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് ഗിഫ്റ്റൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം ഞാൻ എറണാകുളത്തെത്തി. പിന്നെ അവിടെ നിന്ന് ഊബർ വിളിച്ചിട്ട് ഞാൻ നേരെ വൈറ്റിലയിലോട്ട്. ഞങ്ങൾ ആദ്യം ഈ എപ്പിക് പോയട്രി എന്ന് പറഞ്ഞിട്ട് ഒരു കഫേയിലായിരുന്നു ഇതെല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അവിടെ നേരത്തെ റിസർവ് ചെയ്യണമായിരുന്നു, സോ നമുക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഫ്രൂട്ട് കോഫി എന്ന് പറഞ്ഞൊരു കഫേയിലോട്ട് പോയി. അവിടെ എത്തിയപ്പോഴത്തേക്കും ഹാമ്പറൊക്കെ ഫുൾ പോയി കിടക്കുമായിരുന്നു. ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന്. പിന്നെ എങ്ങനെയൊക്കെയോ അതെടുത്ത് അപ്പുറത്ത് വെച്ച് ഇതെടുത്ത് ഇപ്പുറത്ത് വെച്ച് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്ത് ഇതായിരുന്നു ഗൈസ് അതിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്കാണെങ്കിൽ ടെൻഷനോ സങ്കടമോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും ഓർത്തിട്ട്. അതുപോലെ ഞങ്ങൾ കുറേ നാളെ കണ്ടിട്ട് ഇപ്പോൾ തന്നെ 3-4 മാസമായി രണ്ടുപേരും വീട്ടിലോട്ട് പോകാണ്ട്. കാരണം എന്താ വെച്ചാൽ അവൻ ലീവ് കിട്ടുമ്പോൾ എനിക്ക് ലീവ് കിട്ടില്ല. എന്താ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരിട്ട് കണ്ടിട്ടും കുറേ നാളായി. നല്ല എക്സൈറ്റഡ് ആയി. അങ്ങനെ അവൻ ലാസ്റ്റ് വന്ന് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച പോലെയല്ല. അവൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. അവൻ സത്യം ഞെട്ടിപ്പോയി, ഭയങ്കര ഹാപ്പിയായി, എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ അപ്പോൾ അവനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. പക്ഷേ പിന്നെ വിളിച്ചപ്പോഴത്തേക്കും അനിയത്തിൻ്റെ അടുത്തും ചേച്ചീൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി, നല്ല രസമുണ്ടായിരുന്നു, വിചാരിച്ചേ ഇല്ല, ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇൻഫ്യൂസ്ഡ് ചിക്കനായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചിക്കൻ കഴിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് മാത്രം കഴിച്ചു. എന്നിട്ട് പിന്നെ കുട്ടൻ്റെ ഹോസ്റ്റലിലോട്ട് പോയി. പിന്നെ അവൻ്റെ അടുത്ത് വേഗം റെഡി ആയിട്ട് വരാൻ പറഞ്ഞു. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, കാരണം ട്രെയിൻ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ 6 മണിക്ക് മുന്നേ ഹോസ്റ്റലിൽ കയറണമായിരുന്നു. പക്ഷേ അതൊന്നും പറ്റിയില്ല. മറൈൻ ഡ്രൈവിലൊക്കെ പോയിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് അതും പറഞ്ഞിരുന്നപ്പോഴത്തേക്കും ടൈം പോയതേ അറിയില്ല. പിന്നെ എനിക്ക് അവിടെ നിന്ന് വരാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അവനെ വിട്ടിട്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ ട്രെയിൻ പോയി. പിന്നെ ഏതോ ഒരു ട്രെയിനിൽ കയറി ഒരു കായംകുളമൊക്കെ എത്തിയപ്പോഴാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. അതുവരെ നിപ്പായിരുന്നു. കൊല്ലം എത്തി, എന്നിട്ട് നേരെ ഹോസ്റ്റലിലോട്ട് പോയി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.